മട്ടോവ ഫ്രൂട്ടിനെ കുറിച്ചിട്ട് കേട്ടിട്ടുണ്ടോ? അപ്പോൾ അതിൻ്റെ വിളവെടുപ്പാണ് കേട്ടോ ഇന്ന് നമുക്ക്. ഇത് നമ്മളുടെ മൂന്നാമത്തെ തവണയാണ് ഈ മട്ടോവ ഫ്രൂട്ട് ഉണ്ടാവുന്നത്. നമ്മൾ വെച്ചിട്ട് ഇപ്പോൾ 3 വർഷമായി. 3 വർഷമായിട്ട് അതിൽ ഒരു വർഷം കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഇത് കായ തന്നിട്ടുണ്ടായിരുന്നു. ഇത് പെട്ടെന്ന് വലുതായി തണലും തരുന്ന ഒരു മരമാണ് കേട്ടോ. ഇതിൻ്റെ ഫ്രൂട്ട് മാർക്കറ്റിലൊന്നും അത്ര അവൈലബിൾ അല്ല. ഇതാണ് അതിൻ്റെ ഫ്രൂട്ട് വരുന്നത്. ഇതാണ് നമ്മളുടെ ഫ്രൂട്ട് പ്ലാന്റ്സിൻ്റെ ഒരു സ്പേസ്. നമ്മൾ നടുന്ന സമയത്ത് അത്യാവശ്യം സ്പേസ് ഉണ്ടായിരുന്നു. ഒരു 5 സെൻറ്റ് 4 സെൻറ്റിലാണ് നമ്മൾ ഇത് വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ വെച്ച് ഇതൊക്കെ ഉണ്ട്, മരങ്ങളൊക്കെ ഉണ്ട് വലുതായപ്പോൾ സ്പേസ് ഇല്ലാണ്ടായി അവർക്ക് വളരാൻ വേണ്ടിയിട്ട്. ഇതിലിപ്പോൾ ഏറ്റവും ഹൈറ്റിൽ വളർന്നിട്ടുള്ളത് നമ്മളെ മട്ടോവ തന്നെയാണ്. മട്ടോവ ഏറ്റവും തുന്നത്താണ് കായകൾ ഉണ്ടായിട്ടുള്ളതും. അതുകൊണ്ട് പൊട്ടിക്കാൻ നല്ല പാടാണ്. കുറച്ച് നീണ്ട വടിയൊക്കെ എടുത്തിട്ടാണ് നമ്മൾ കുറച്ച് റിസ്ക് എടുത്തിട്ടാണ് ഇത് പൊട്ടിച്ചെടുത്തത് കേട്ടോ. അത് ഉണ്ടാവുമ്പോൾ ഒരു കൊലയിലായിട്ട് അത്യാവശ്യം ഉണ്ടാവും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇത്. ഞാൻ ദൂരെ നിന്ന് കഴിഞ്ഞാലാണ് നമുക്ക് ഇതിൻ്റെ മേലെയുള്ള എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കാണാൻ പറ്റുള്ളൂ കേട്ടോ. കാരണം താഴെ നിന്ന് നോക്കുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഉള്ള മരങ്ങളുടെ ഇലകളും ഒക്കെ ഉള്ള കാരണം നമുക്ക് കാണാൻ കഴിയൂല. അങ്ങനെ കുറച്ച് റിസ്ക് എടുത്തിട്ട് നമ്മളത് പൊട്ടിച്ചപ്പോൾ എന്തായാലും നമ്മൾ മട്ടോവ ഫ്രൂട്ട് എന്താണെന്നൊന്ന് കണ്ടോക്കാം. അങ്ങനെ ഇന്ന് മാഷാ അല്ലാഹ് ഇന്ന് വിളവെടുത്ത നമ്മളുടെ മട്ടോവ നമുക്ക് അത്യാവശ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പൊട്ടിക്കുന്ന സമയത്ത് വഴി കൂടെ പോണ എല്ലാവർക്കും നമ്മൾ കൊടുത്തു. അതിന് ശേഷമുള്ള ഒരു ഇതാണ് കേട്ടോ നമുക്ക് കിട്ടിയ റിമൈനിങ് ആണ്. അത് നമുക്ക് നമ്മൾ ഫാമിലിയിൽക്കും എല്ലാവർക്കും എത്തിച്ച് അതിന് ബാക്കി നമ്മൾ എടുത്തതാണ് ഇപ്പോൾ ഇത്രയും ഒരു പോർഷൻ. അപ്പോൾ അതിൽ നിന്ന് നമുക്കൊന്ന് കഴിച്ചു നോക്കിയാലോ. അതിൻ്റെ ഉള്ളിൽ നമ്മൾ റംബൂട്ടാൻ്റെ ഒക്കെ ഉള്ളിൽ ലിച്ചിയാണ്, സെയിം സിമിലർ ലിച്ചി പോലെ തന്നെ. ലിച്ചീൻ്റെ ഉള്ളിലുള്ള ഒരു ഫ്ലഷ് പോലെ തന്നെയാണ്. പക്ഷേ ടേസ്റ്റ് ഡിഫറെൻ്റ് ആണ്. ടേസ്റ്റ് നല്ല മധുരമാണ്, അടിപൊളി. അപ്പോൾ ഇന്ന് ഇതാണ് നമ്മൾ വിളവെടുത്തത്. ഇനിയും നമുക്ക് കുറേ മരങ്ങൾ വെച്ചിട്ടുണ്ട്, അതൊക്കെ ഉണ്ടാവട്ടെ, പൂക്കട്ടെ, എല്ലാവർക്കും കൊടുക്കാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കണേ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.